മണ്ഡലത്തിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യം തന്നെയാണ് NDAക്ക് ഇക്കുറിയുമുള്ളത്. ശബരിമല വിഷയം അടക്കം മുൻനിർത്തി ശക്തമായ പ്രചാരണത്തിലാണ് NDA സ്ഥാനാർത്ഥി VK സജീവൻ. വിജയപ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ടുണ്ട്. ആ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും 2 ഇരട്ടിയും 3 ഇരട്ടിയുമായിട്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. ഈ തവണ കുറച്ചും കൂടെ കാര്യങ്ങൾ അനുകൂലമാണ്. ആ നൈസർഗികമായിട്ടുള്ള വളർച്ചയ്ക്കൊപ്പം ഈ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CPM വളരെ തോതിൽ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസും BJP തമ്മിലുള്ള ഒത്തുകളിയാണ്. ഇവിടെ പ്രചാരണത്തിൽ BJP കഴിഞ്ഞ തവണത്തെ അത്ര ശുഷ്കാന്തി കാണിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇതിനെന്താണ് മറുപടി? അതൊക്കെ ഒരു കഴമ്പില്ലാത്ത ആരോപണമായിട്ട് മാത്രമേ ഇവിടെയുള്ള ആളുകൾ കാണുന്നുള്ളൂ. കാരണം BJPയുമായിട്ടാണല്ലോ ഇവിടെ മത്സരം. 2 മുന്നണിയും ആരായിട്ട് മത്സരം? 2 കൂട്ടരും പറയുന്നത് BJPക്കെതിരായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് BJP ഒരു ഭാഗത്തും ബാക്കി 2 മുന്നണികളും മറുഭാഗത്തുമാണ്. അവർ തമ്മിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള മത്സരം മാത്രമാണ്. കാരണം ഈ മണ്ഡലത്തിൻ്റെ ഇടയിൽ മാഹിയിൽ പോലും ആശയക്കുഴപ്പമുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ചുറ്റിലും നടക്കുന്ന കോയമ്പത്തൂരിൽ, കന്യാകുമാരിയിൽ, തമിഴ്നാട്ടിൽ, ദേശീയ തലത്തിൽ ഒക്കെ അവരൊന്നാണ്. SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരിയും ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രചാരണത്തിലാണുള്ളത്. നാദാപുരം മണ്ഡലത്താണ് അദ്ദേഹത്തെ ഇന്നത്തെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഇന്നത്തെ പര്യടനം, എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായിട്ടും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും 5 ഘട്ട പര്യടനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പോയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ആശാവഹമായിട്ടുള്ള പിന്തുണയാണ് നൽകുന്നത്. UDFനും LDFനും BJPക്കും മറ്റു കക്ഷികൾക്കൊക്കെ ബദലായിക്കൊണ്ട് രാജ്യത്തിനൊരു മുന്നേറ്റം നയിക്കാൻ ആവശ്യമായുള്ള ഒരു പ്രസ്ഥാനത്തിന് അവർ കാത്തിരിക്കുകയാണ്. അവരുടെ സങ്കടവും അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും പങ്കുവെക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കത്തുന്ന വേനൽ ചൂടിൽ പ്രചാരണം പൊടിപാറുകയാണ് വടകരയിൽ. ആവനാഴിയിലെ അവസാന ആയുധവുമെടുത്ത് മുന്നണികൾ പോരടിക്കുമ്പോൾ അന്തിമ വിജയം ആർക്കെന്നത് കാത്തിരുന്നു തന്നെ കാണണം.